ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ എത്രയും പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കന്യാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാളിന്റെ മംഗളങ്ങളും പ്രാർത്ഥനകളും ഏറെ സ്നേഹത്തോടെ നേരുന്നു. ഇന്ന് നാം പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഒരുമിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ ധ്യാനിക്കാൻ പോവുകയാണ്. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, പ്രത്യേകിച്ച് പരിശുദ്ധ കത്തോലിക്ക സഭയിൽ വിശ്വാസം അനുദിനം നാം പരിശീലിക്കുമ്പോൾ വിശ്വാസത്തിൽ നിലനിൽക്കുന്നത് ഇന്നത്തെ ആനുകാലിക ജീവിതത്തിൽ പലപ്പോഴും പ്രതിസന്ധികൾ സൃഷ്ടിക്കാറുണ്ട്. നമ്മുടെ വിശ്വാസത്തിന് പ്രത്യക്ഷത്തിൽ മറുപടി കിട്ടാത്ത പോലെയും നമ്മുടെ വിശ്വാസം ദുർബലമായി പോകുന്നത് പോലെയും യുക്തിയുടെ അതിപ്രസരണം മൂലം വിശ്വാസം യുക്തി കൊണ്ട് തെളിയിക്കാൻ പറ്റാത്തതുപോലെയും നമുക്ക് പലപ്പോഴും അനുഭവപ്പെടാറുണ്ട്. എന്നാൽ ദൈവത്തിന്റെ പരമമായ ലക്ഷ്യങ്ങളെക്കുറിച്ചോ അവിടുത്തെ സാധ്യതകളെക്കുറിച്ചോ അവിടുത്തെ വഴികളെക്കുറിച്ചോ നമ്മൾ എപ്പോഴും തുറവിയുള്ളവരും ആശ്രയബോധമുള്ളവരും അവിടുത്തെ വിശ്വസിക്കുന്നവരും അല്ല എന്നുള്ളത് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ പലപ്പോഴും ചോദ്യചിഹ്നങ്ങൾ ഉയർത്താറുണ്ട്. ഇന്ന് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ ദിനവും അതുപോലെ പരിശുദ്ധ അമ്മയെ നമ്മുടെ കർത്താവ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയതിന്റെ തിരുനാളും നമ്മൾ ആഘോഷിക്കുകയും അതിന്റെ ഓർമ്മ പുതുക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിലെ അനുസരണത്തിന്റെ ഒരു പ്രതിഫലമാണ് വരാനിരിക്കുന്ന നിത്യജീവൻ എന്ന് നാം കൂടെ കൂടെ ഓർക്കണം. ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 11-ാം അധ്യായം 6-ാം വാക്യത്തിൽ ദൈവത്തിൽ ശരണം വയ്ക്കുന്നവൻ ദൈവം ഉണ്ടെന്നും തന്നെ വിളിച്ച് അപേക്ഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം തരും എന്ന് വിശ്വസിക്കണം. ദൈവത്തെ അന്വേഷിക്കുന്നവർക്കും ദൈവം വിളിച്ച് തന്നെ അനുഗമിക്കുന്നവർക്കും ഒക്കെ ഉണ്ടാകേണ്ട രണ്ട് കാര്യങ്ങൾ ഹെബ്രായ ലേഖനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവം ഉണ്ടെന്ന് നാം വിശ്വസിക്കണം. അതാണ് ഒന്നാമത്തെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം. രണ്ടാമതായി, തന്നെ വിളിച്ച് അപേക്ഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം തരും എന്ന് വിശ്വസിക്കണം. ഈ രണ്ടു കാര്യങ്ങൾ നാം എന്തുകൊണ്ട് വിശ്വസിക്കണം എന്നത് ഇന്നത്തെ ആനുകാലിക ജീവിതത്തിൽ വളരെ പ്രസക്തമായ ഒരു വിഷയമാണ്. വിളിച്ച ദൈവം ഉണ്ട് എന്ന് തന്നെ നാം വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ, ദൈവത്തിന്റെ ശബ്ദം കേട്ട് അല്ലെങ്കിൽ ദൈവം വിളിച്ചത് കേട്ട് യാത്ര പുറപ്പെട്ടു കഴിയുമ്പോൾ അയാളുടെ ജീവിതത്തിൽ ദൈവമുണ്ടോ എന്ന് ചോദ്യം ഉണ്ടാകുന്ന ഒരു സാഹചര്യം വരും. ആ ചോദ്യം ഉണ്ടാകുമ്പോഴാണ് ദൈവം ഉണ്ട് എന്ന് നാം വിശ്വസിക്കേണ്ടതായി വരുന്നത്. ചോദ്യം ഉണ്ടാകാത്ത സമയത്തോളം ഒരിക്കലും ഒരുവൻ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കേണ്ട ആവശ്യമില്ല. കാരണം അദ്ദേഹം ദൈവമുണ്ടോ എന്ന ചോദ്യം ഉള്ളിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ സംശയത്തിന്റെ കീഴിലല്ല. എന്നാൽ അല്പം കൂടി മുന്നോട്ട് പോകുമ്പോൾ ദൈവമൊക്കെ ഉണ്ട്, ഓക്കെ, എന്നാൽ അവിടുത്തെ വിളിച്ചപേക്ഷിക്കുന്ന അല്ലെങ്കിൽ അവിടുത്തെ അനുഗമിക്കുന്ന എന്നെയൊക്കെ ദൈവം തിരിഞ്ഞു നോക്കുമോ, അന്വേഷിച്ചിറങ്ങി വരുമോ എന്നൊക്കെയുള്ള ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന കഷ്ടപ്പാടുകളിലൂടെയും നമ്മുടെ ആഗ്രഹങ്ങൾക്കും താല്പര്യങ്ങൾക്കും വിപരീതമായത് സംഭവിക്കുമ്പോഴുള്ള അവസ്ഥകൾക്കും ഉള്ളിലൂടെ നമ്മിലേക്ക് കടന്നു വരും. അതായത് ഈ ചിന്തകളിലൂടെ നമുക്ക് നമ്മുടെ ദൈവം പ്രതിഫലം നൽകില്ല, ദൈവത്തിന്റെ സ്വരം കേട്ട് ഇറങ്ങിത്തിരിച്ച് അവിടുത്തെ അനുഗമിച്ച് മുന്നേറുന്ന നമുക്ക് നമ്മുടെ ദൈവം പ്രതിഫലം തരില്ല എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിനെ കീഴ്പ്പെടുത്തും. നാം ഒരു വേള ആരോടും പങ്കുവച്ചില്ലെങ്കിലും നമുക്ക് നഷ്ടമാകുന്ന നമ്മുടെ ആഗ്രഹങ്ങളിലും ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഞെരുക്കങ്ങളിലും പ്രതിസന്ധികളിലും ഞാൻ ദൈവത്തെ അനുഗമിച്ചിട്ട് എനിക്ക് എന്തു പ്രതിഫലമാണ് ദൈവം നൽകുന്നത്, ഞാൻ ദൈവത്തെ ആശ്രയിച്ചാൽ ദൈവം എനിക്ക് നൽകുന്നത് ഒരു വേള കഷ്ടപ്പാടുകളല്ലേ, ഇനി ഞാൻ മുന്നോട്ട് ദൈവത്തിന്റെ വാക്കുകൾ കേട്ട് നടക്കണോ എന്നൊക്കെയുള്ള സംശയങ്ങളും അവിടുത്തെ ആശ്രയിച്ചാൽ സത്യത്തിൽ എനിക്ക് എന്താണ് ലഭിക്കുക എന്നൊക്കെയുള്ള ചിന്തകളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. അങ്ങനെ നാം ഈ ചിന്തകൾക്ക് കീഴ്പ്പെട്ടിരിക്കുമ്പോഴാണ് പരിശുദ്ധ കന്യകാമറിയം നമുക്ക് വെല്ലുവിളിയും പ്രത്യാശയും ധൈര്യവും യഥാർത്ഥത്തിൽ മാതൃകയും ആവുന്നത്. ദൈവത്തിൽ നിന്ന് കേട്ട വാഗ്ദാനം അനുസരിച്ച് ഇറങ്ങി തന്നെ തന്നെ സമർപ്പിച്ച് യാത്ര ചെയ്യാൻ ആരംഭിച്ച അന്നു മുതൽ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള സകല സങ്കടങ്ങളുടെയും ദുഃഖങ്ങളുടെയും അതുപോലെ തന്നെ മറിയം ആഗ്രഹിക്കുന്നതോ മറ്റുള്ളവർ പ്രതീക്ഷിക്കുന്നതുമായ നഷ്ടങ്ങളും എല്ലാം അവളുടെ ഹൃദയത്തെ പലപ്പോഴും വേദനിപ്പിച്ചിട്ടുണ്ടാകാം.
എന്നാൽ ജീവിക്കുന്ന ദൈവത്തിലുള്ള അവളുടെ പ്രത്യാശയും തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അവിടുന്ന് സമീപസ്ഥനാണ് എന്ന് മാത്രമല്ല പ്രതിഫലം തരും എന്നുമുള്ള മറിയത്തിന്റെ സ്ഥായിയായ വിശ്വാസത്തിന്റെ നിലനിൽപ്പും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പകർത്താൻ കഴിയുന്ന ഉത്തമമായ മാതൃകകളാണ്. ദൈവത്തെ തന്റെ ജീവിതം കൊണ്ട് ആദ്യം മുതലേ അവസാനം വരെ വിശ്വാസത്തോടെ അവൾ അനുഗമിച്ചു. മറിയം സഹരക്ഷകയാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. അത് അവൾ തന്റെ ജീവിതം ആദ്യം മുതൽ അവസാനം വരെ വിശ്വാസത്തോടെ ദൈവത്തെ അനുഗമിച്ചതിന്റെ വെളിച്ചത്തിലാണ് നമുക്കത് പറയാൻ കഴിയുക. വാസ്തവത്തിൽ സഹരക്ഷക എന്ന അവളുടെ ആ സ്ഥാനത്തെക്കുറിച്ച് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രബോധിപ്പിക്കുന്ന കാര്യം യേശുവിന്റെ രക്ഷാകര ദൗത്യത്തിൽ അവൾ എന്തെങ്കിലും കാര്യമായ ഒരു പങ്ക് വഹിച്ചു എന്നല്ല, മറിച്ച് തന്നോട് വ്യക്തിപരമായി ദൈവം ആവശ്യപ്പെട്ട ഏതൊരു സാഹചര്യത്തിലും ആദ്യം മുതൽ അവസാനം വരെ വിശ്വാസത്തിന്റെ ഒരു പതർച്ച കൂടാതെ, അതായത് ഒരു സംശയവും കൂടാതെ ദൈവത്തിൽ ഉറച്ചു നിന്ന് വിശ്വസിച്ചുകൊണ്ട് പരിപൂർണമായി അവൾ ദൈവത്തോട് സഹകരിച്ചു. ആ സഹകരണവും അനുസരണത്തിന്റെ സ്ഥൈര്യവുമാണ് അവളെ സഹരക്ഷക എന്നതാക്കി മാറ്റിയിരിക്കുന്നത്. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ഉറപ്പിച്ചു പറയുന്നത് പോലെ നമുക്കും അവളെ പോലെ വിശ്വാസത്തിൽ ആദ്യം മുതൽ ഉറച്ചു നിന്നാൽ സഹരക്ഷകയായി മാറാം. അതായത് യേശുക്രിസ്തുവിലൂടെ ലോകത്തിൽ പൂർത്തിയാകേണ്ടിയിരുന്ന ദൈവിക രക്ഷാകര പദ്ധതിയിൽ മനുഷ്യവർഗത്തെ പങ്കെടുപ്പിക്കാൻ നമ്മളെ ദൈവം ഏതെല്ലാം കാര്യങ്ങളിൽ പങ്കാളികളാകാൻ ആഗ്രഹിക്കുന്നുവോ ആ കാര്യങ്ങളോടെല്ലാം നമ്മെ ചേർത്ത് വയ്ക്കുമ്പോൾ നാമും മറിയത്തെ പോലെ സഹരക്ഷകരായി മാറുന്നു. നമ്മുടെ സഹോദരർക്ക് രക്ഷയിലേക്കുള്ള പാത കാണിച്ചു കൊടുക്കുന്ന വ്യക്തികളായി തീരുന്നു. ഈശോയിൽ നമുക്ക് എപ്പോഴും ഉണ്ടാകേണ്ട ഒരു പ്രത്യാശ നമുക്ക് പ്രതിഫലം ലഭിക്കും എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ ആദിമ ക്രൈസ്തവ സമൂഹത്തിന്റെ വലിയ ധൈര്യവും സഹനങ്ങളിലൂടെയുള്ള സ്ഥൈര്യവും കഷ്ടപ്പാടുകൾ സ്വീകരിക്കുന്നതിനുള്ള അവരുടെ തീക്ഷ്ണതയും ഞെരുക്കങ്ങളെ സ്നേഹപൂർവ്വം സ്വീകരിച്ചതും എല്ലാം യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ആദ്യജാതനായി ഉയർപ്പിച്ചത് കണ്ണിൽ കണ്ടും തൊട്ടു മനസ്സിലാക്കിയും അവനോടൊപ്പം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്ത് ബോധ്യം വന്ന കണ്ട് മനസ്സിലാക്കിയ ആളുകളുടെ ആ തീക്ഷ്ണതയാണ്. അവരുടെ വിശുദ്ധമായ മാതൃക ഇന്ന് നമ്മൾ പരിശുദ്ധ കത്തോലിക്ക സഭയിലൂടെ അനുഗമിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഈശോയെ അനുഗമിക്കുമ്പോൾ നമുക്ക് പ്രതിഫലം ഉറപ്പായും കിട്ടും എന്നുള്ളത് തന്നെയാണ്. പ്രതിഫലത്തിന് യാതൊരു വിധത്തിലും ഒരു കുറവും ഇല്ലാതെ ദൈവം നമ്മെ പരിപാലിക്കും. അതുകൊണ്ടാണ് 2 കോറിന്തോസ് 8-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ദൈവം നാം ആഗ്രഹിക്കുന്നതിലും ഇച്ഛിക്കുന്നതിലും അധികമായി ചെയ്തു തരാൻ കഴിവുള്ള ഒരുവനാണ്. എല്ലാവർക്കും അവൻ ഉദാരമായി നൽകാൻ മനസ്സുള്ളവനാണ്. ദൈവത്തെ അനുഗമിക്കാൻ ഇന്ന് നാം ശ്രമിക്കുമ്പോൾ ഈ സ്വർഗാരോപണ തിരുനാൾ നമുക്ക് നൽകേണ്ട പ്രത്യാശ 2 കാര്യങ്ങളാണ്. ഒന്ന്, ജീവിതത്തിൽ പ്രത്യേകിച്ച് പരിശുദ്ധ കത്തോലിക്ക വിശ്വാസം നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ഞെരുക്കങ്ങൾ ഉണ്ടായാലും എപ്പോഴെല്ലാം നമ്മുടെ പ്രാർത്ഥനകൾ നിരസിക്കപ്പെടുന്നതായി നമ്മുടെ മനസ്സിൽ തോന്നിയാലും മറ്റുള്ളവർ നമ്മെ അവഹേളിക്കുന്നതും വിശ്വാസത്തെ പ്രതി നമ്മൾ ഒറ്റയ്ക്ക് ആയി പോകുന്നതും ഒക്കെ നമുക്ക് അനുഭവപ്പെട്ടാലും പരിശുദ്ധ തൃത്വത്തിൽ, അതായത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ഏകദൈവത്തിൽ, ആ ഏകദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നതിനും കഷ്ടപ്പാടുകൾ സഹിക്കുന്നതിനും അങ്ങനെ യഥാർത്ഥ ലക്ഷ്യം പ്രാപിക്കുന്നതിനും ഒരിക്കലും നമ്മൾ മടുപ്പോ ഭയമോ ഒരു വിധത്തിലും സംശയമോ ആവശ്യം ഇല്ല. അങ്ങനെ യാതൊരുവിധ സംശയത്തിനും മടുപ്പിനും ഭയത്തിനും സ്ഥാനമില്ലാതെ തന്നെ നാം ആയിരിക്കുക. ധൈര്യത്തോടെ നമുക്ക് മുന്നോട്ടു പോകാൻ സാധിക്കും. ഇവിടെയാണ് നമ്മുടെ പ്രത്യാശ നാം ജീവിക്കേണ്ടത്. ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനത്തിൽ നാം വായിക്കുന്ന വചനത്തിന്റെ സാരാംശത്തോടെ നമുക്ക് പറയാം: ഉറപ്പോടെ പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ നമുക്ക് ആവശ്യമുള്ള ദാനങ്ങൾക്കായി സമീപിക്കാം. രണ്ടാമതായി പറഞ്ഞാൽ, നമ്മുടെ അമ്മയായ മറിയം അവളുടെ വ്യക്തി ജീവിതത്തിന്റെ പരിപൂർണ സമർപ്പണവും സ്ഥൈര്യവും കൊണ്ട് എങ്ങനെ നമുക്ക് ഉത്തമമായ ഒരു മാതൃകയായിരിക്കുന്നുവോ ആ മാതൃക അനുഗമിച്ച് നമ്മൾ
എത്തിച്ചേരുന്ന നമ്മുടെ ഏറ്റവും പരമമായ ലക്ഷ്യം പരിശുദ്ധ തൃത്വമാണ്. ആ തൃത്വത്തെ നമുക്ക് മറിയത്തെ പോലെ തന്നെ സമീപിക്കാം. ഇതാ അവിടുത്തെ ദാസി, അവിടുത്തെ തിരുവിഷ്ടം എന്നിൽ നിറവേറ്റണമേ എന്ന ഹൃദയത്തോടെ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടെ ഓഷ്യൻ സ്റ്റാർ മിനിസ്ട്രിയിൽ നിന്നും പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിന്റെയും ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ ദിനത്തിന്റെയും എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. ഈശോ നമ്മെ എന്നും മുന്നോട്ട് നയിക്കട്ടെ. അവിടുത്തെ അനുഗ്രഹം നമ്മിൽ എപ്പോഴും നിറയട്ടെ.